ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. സർവത്ര നാരായണനാമ സങ്കീർത്തനം. നാരായണ നാരായണ. ഇന്ന് കൃഷ്ണസ്മൃതി ദിനം. പൊന്നുഗുരുവായൂരപ്പൻ്റെ അനൽപമായ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് ശ്രീമൻ നാരായണീയം നാരായണീയ മധുരമായി നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് കൃഷ്ണസ്മൃതി ദിനമാണ് എന്ന് പറഞ്ഞത് ഇന്ന് എൻ്റെ അച്ഛൻ്റെ ഗുരുവായൂരപ്പൻ്റെയും ചോറ്റാനിക്കരമ്മയുടെയും മേൽശാന്തി പദം 4 തവണ വീതം അലങ്കരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച യശശരീരനായ മൂർക്കന്നൂർ കൃഷ്ണൻ നമ്പൂതിരിയുടെ 10ാം സ്മൃതി ദിനം ആണ് ഇന്ന്. 1930 ജനിച്ച അച്ഛൻ 2016 ഒക്ടോബർ 16 ഭഗവത്പാദം ചേർന്നത്. അച്ഛൻ്റെ സ്മരണയ്ക്കായി ഓരോ വർഷവും ശ്രാദ്ധ ദിനത്തിൽ, ഇന്ന് ശ്രാദ്ധ ദിനമാണ്, ശ്രാദ്ധ ദിനത്തിൽ ഓരോ മുൻ ഗുരുവായൂർ മേൽശാന്തിമാരെ ആദരിക്കുന്നൊരു ചടങ്ങ്, അതോടൊപ്പം തന്നെ അവരുടെ നേതൃത്വത്തിൽ സപരിവാരം പൂജ ഭഗവാന് ഗുരുവായൂരപ്പന് ഇതൊക്കെ നടത്താറുണ്ട്. ഇത്തവണ ഈ പൂജ നിർവഹിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചത് ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി പദം 2 തവണ അലങ്കരിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ച ബ്രഹ്മശ്രീ പള്ളിശ്ശേരി ഹരീഷ് നമ്പൂതിരിയാണ്. പൂജയ്ക്ക് ശേഷം അദ്ദേഹത്തിന് കൃഷ്ണസ്മൃതി പുരസ്കാരം സമ്മാനിക്കുകയും ചെയ്തു.
കൂടാതെ ഇതിനു മുമ്പ് 9 വർഷങ്ങളിലായി ഗുരുവായൂരപ്പൻ്റെ മുൻമേൽ ശാന്തിമാരായ സർവശ്രീ ഏഴിക്കോട് കൃഷ്ണദാസ് നമ്പൂതിരി, ഏഴിക്കോട് ശശി നമ്പൂതിരി, ഏഴിക്കോട് സതീശൻ നമ്പൂതിരി, മഠത്തിൽ മുണ്ടയൂർ നാരായണൻ നമ്പൂതിരി, മുന്നൂലം ഭവൻ നമ്പൂതിരി, കാപ്രമാറത്ത് നാരായണൻ നമ്പൂതിരി, കലിയത്ത് പരമേശ്വരൻ നമ്പൂതിരി, തോട്ടം ശിവകരൻ നമ്പൂതിരി, ചേക്കൂർ ദേവദാസ് നമ്പൂതിരി എന്നിവർക്കാണ് ഈ പുരസ്കാരം സമ്മാനിച്ചത്. ഇവരിൽ ഏഴിക്കോട് കൃഷ്ണദാസ് നമ്പൂതിരിയും ഏഴിക്കോട് ശശി നമ്പൂതിരിയും ശബരിമല ശ്രീധർമ്മശാസ്താവിനെ കൂടി പൂജിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ്. ആ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഇനി നമുക്ക് നാരായണീയ മധുരം എന്ന ആ കാവ്യോപാസനയിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് 145 ദിവസമാണ്. 14ാമത്തെ ദശകത്തിൽ 7ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. ആദ്യം ശ്ലോകം, പിന്നീട് അതിൻ്റെ അർത്ഥം, അതിനുശേഷം വീണ്ടും ശ്ലോകം, ശ്രീഹരിയ പാരായണം. സപുനസ്ത്വദുപാസന പ്രഭാവാൽ ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലോ നവാത്മാ വ്യഹരദ്ദേവപഥേഷു ദേവഹൂത്യാം. സാ പുനാ ത്വദുപാസന പ്രഭാവാൽ ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുല നവാത്മാ ദേവഹൂത്യാ ദേവപഥേഷു വ്യഹരൽ. കർദവൻ പിന്നീട് ഇവിടെ പറയുന്നു, ആരാധിച്ചു കിട്ടിയ ത്വദുപാസന പ്രഭാവാൽ, അവിടുത്തെ ആരാധിച്ചുകൊണ്ട് ഉപാസന ചെയ്തുകൊണ്ട് കിട്ടിയ പ്രഭാവം കൊണ്ട്, കഴിവുകൊണ്ട്, മാഹാത്മ്യം കൊണ്ട്, ദയിതാ കാമകൃതേ കൃതേ വിമാനെ, പ്രിയതമയുടെ ഇഷ്ടത്തിനായി നിർമ്മിച്ച ആ കാമകം എന്ന വിമാനത്തിൽ കയറി, വനിതാകുലസങ്കുല നവാത്മാ, അനേക ദിവ്യ നാഭീപരിവൃതനായി 9 ആകൃതികൾ സ്വീകരിച്ച്, നവാത്മാ ദേവഹൂത്യ ദേവപഥേഷു വ്യഹരൽ, ദേവഹൂതിയോടുകൂടി ദിവ്യമായ ഭൂമികളിൽ ക്രീഡിച്ചു എന്നും പറയുന്നു. വിഭജ്യ നവധാത്മാനം എന്നാണ് ഈ സന്ദർഭത്തിൽ ഭാഗവതം പറയുന്നത്. ഏതായാലും ആ ദേവഹൂതിയിൽ പുത്രോത്പാദനം ചെയ്തു എന്ന് പറയുന്നു. ആ ശ്ലോകം ഒരിക്കൽ കൂടി നമുക്ക് ചൊല്ലാം, അതിനുശേഷം അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കടക്കാം. സപുനസ്ത്വദുപാസന പ്രഭാവാൽ ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലോ നവാത്മാ വ്യഹരൽ ദേവപഥേഷു ദേവഹൂത്യാം. നാരായണ 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 കപിലമൂർത്തേ. ദേവാ നിന്നെ ആരാധിച്ച മാഹാത്മ്യത്താൽ കർദമനോ ദേവഹൂതിക്കായി തീർത്തു വിമാനമൊന്ന്. ഹരേ ദിവ്യനാരി സമേതരായി കർദമനും പത്നി താനും ദിവ്യഭൂമികളിൽ മതി മറന്നു ചുറ്റി. നാരായണ 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 രാധാഗോവിന്ദ. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ. ഹരി ഓം.